ഞാൻ മസൂറിയിലെ IAS അക്കാഡമിയിൽ ട്രെയിനിങ്ങിലായിരുന്ന സമയം അവിടെ അവര് സാമൂഹിക നീതി, തുല്യത തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് നടത്തി. അതിനെ പ്രിവിലേജ് വാക്ക് എന്ന് വിളിക്കാം. കുറച്ചു പേരെ ഒരു നേർരേഖയിൽ നിർത്തും. അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ അച്ഛനും അമ്മയും ഉന്നത വിദ്യാഭ്യാസം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ 2 സ്റ്റെപ്പ് മുൻപോട്ട് വെക്കുക. നിങ്ങളുടെ വീട്ടിൽ സ്ഥിര വരുമാനമുണ്ടെങ്കിൽ 1 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക. നിങ്ങളുടെ കുടുംബം കടക്കെണിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ 1 സ്റ്റെപ്പ് പിന്നോട്ട് വെക്കുക. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും, സാമൂഹിക പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ഈ ചോദ്യങ്ങളുടെ അവസാനം നമ്മൾ കാണുന്നത് ഈ നേർരേഖയിൽ നിന്നവര് ഇപ്പോൾ പലയിടങ്ങളിലായിട്ട് വേർപെട്ട് നിൽക്കുന്നതായിട്ടാണ്. ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ പ്രത്യേകമായ കഴിവുകളോ മെറിറ്റുകളോ കൊണ്ടല്ലാതെ നമുക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജുകളെ കുറിച്ചാണ്, ജീവിതത്തിൽ ലഭിക്കുന്ന മുൻതൂക്കങ്ങളെ കുറിച്ചാണ്. ഇത് നമ്മളുടെ പിന്നീടുള്ള ജീവിതത്തിലെ മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പറയാൻ കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥ പറയാനാണ്. 10-12 വർഷം മുമ്പുള്ള പരിചയമാണ്. എൻ്റെ പപ്പായുടെ സ്ഥാപനത്തിൽ നീറ്റ് കോച്ചിങ്ങിന് വേണ്ടി അവൻ ചേർന്ന സമയം. ഇവന് 10ാം ക്ലാസ്സിൽ 60% മാർക്കാണുള്ളത്. സയൻസിനാണെങ്കിൽ വെറും 50% മാർക്ക്. എന്നാൽ വളരെ മിടുക്കനായ ഒരു പയ്യനാണ്. കുറച്ച് കഥയും കവിതയും സാഹിത്യവും ഒക്കെ ഉണ്ട്. ഒരു 6-6.5 അടി പൊക്കമൊക്കെ ഉള്ള ഒരു മിടുക്കനായ പയ്യൻ. ഇവര് 14 പേരുടെ ഒരു ബോയ്സ് ഗ്രൂപ്പാണ്. അവരിൽ 13 പേരും MBBS കയറിപ്പോയി. ഇന്ന് പലരും സർജൻസ് ആണ്, പീഡിയാട്രിഷ്യൻസ് ആണ്. ഇവന് മാത്രം MBBS എന്ന അവന്റെ ഒരു ആഗ്രഹത്തിലേക്ക്, സ്വപ്നത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. അവന് ആയുർവേദത്തിനാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അവൻ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ ആയുർവേദത്തിന് പഠിച്ചു. പക്ഷെ അവന്റെ ഒരു വ്യക്തിപരമായ സ്വപ്നം ഒരു MBBS ഡോക്ടർ ആകുക എന്നുള്ളതായിരുന്നു. ഇവൻ ആ സ്വപ്നത്തെ വിട്ടുകളഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇവന്റെ കൂട്ടുകാര് ഇവരെല്ലാവരും ഇവനെ ഒപ്പം നിന്നു. ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. ഈ തിങ്കളാഴ്ച അവൻ ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജില് സർക്കാർ സീറ്റില് MBBS പ്രവേശനം നേടി. ചില മനുഷ്യർക്ക് ചില സാഹചര്യങ്ങളിൽ അവസരം ലഭിക്കണമെന്നില്ല. എന്നാൽ ആ സ്വപ്നം പിന്തുടരാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായിട്ടും സാധിക്കും. ഒരുപാട് പേർക്ക് വലിയ സേവനം നൽകാൻ വേണ്ടി പോകുന്ന, സ്നേഹത്തോടെ രോഗികളെ പരിചരിക്കാൻ പോകുന്ന ഒരു മികച്ച ഡോക്ടറാവും റാൽച്ചിമെന്ന് എനിക്ക് ഉറപ്പാണ്. റാൽച്ചിമിന് എല്ലാവിധ ആശംസകളും. നന്ദി.